തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധന കഴിഞ്ഞ് മടങ്ങിയ ഇ.ഡി. സംഘത്തെ ആക്രമിച്ച കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി അഡ്വക്കേറ്റ് എ. സന്തോഷ് കുമാറിനെ നിയമിച്ചു. നാളെ പ്രോസിക്യൂട്ടർ ടി. ഗീനാകുമാരിക്ക് പകരം സന്തോഷ് കുമാർ ആയിരിക്കും കോടതിയിൽ ഹാജരാവുക. അതിനിടെ 9ാം പ്രതി ഹരീഷ് കുമാറിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ സർക്കാർ തീരുമാനിച്ചു. നാളെ അപ്പീൽ നൽകാനാണ് തീരുമാനം. ഈ തീരുമാനത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ നൽകുന്നു ആന്റണി ജെ ജോർജ്. ഏതായാലും ഒരു നടപടിയിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. നമുക്കറിയാവുന്നതുപോലെ 9ാം പ്രതി ഹരീഷ് കുമാറിന് ഈ തിരുവനന്തപുരത്ത് ഈ ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ജയിലിലുള്ള പ്രതികളിൽ ആകെ ജാമ്യം ലഭിച്ച പ്രതി ഈ 9ാം പ്രതി ഹരീഷ് കുമാറാണ്. അതിന് കാരണം പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള ഗീനാകുമാരി ആ ജാമ്യത്തെ എതിർക്കാതിരുന്നതാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘം അടക്കം ചൂണ്ടിക്കാണിച്ചിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും ഈ ജാമ്യത്തിന് പിന്നാലെ തന്നെ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നു പുതിയ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ, പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റി ഈ കേസിന് വേണ്ടി ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയോഗിക്കണം എന്നുള്ള കാര്യം. ഏതായാലും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എ. സന്തോഷ് കുമാറിനെ ഈ കേസിൻ്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി സംസ്ഥാന സർക്കാർ നിയോഗിച്ചിരിക്കുന്നത്. നാളെ ഈ 2 ജാമ്യാപേക്ഷകൾ തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നുണ്ട്. അത് 12ാം പ്രതി ലെനിൻ രാജ്, അതുപോലെ തന്നെ 13ാം പ്രതി നന്ദു എന്നിവരുടെ ജാമ്യാപേക്ഷകളാണ് വരുന്നത്. ഈ ജാമ്യാപേക്ഷകൾ സർക്കാരിന് വേണ്ടി, പോലീസിന് വേണ്ടി ഹാജരാകുക സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ടുള്ള എ. സന്തോഷ് കുമാർ ആയിരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സന്തോഷ് കുമാർ നേരത്തെ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഗവൺമെൻറ് പ്ലീഡറായി ജോലി ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ പ്രധാനപ്പെട്ട കേസുകളിൽ ഈ സോളാർ കേസിൽ സോളാർ കമ്മീഷന് മുന്നിൽ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഹാജരായത് സന്തോഷ് കുമാറാണ്. അതുപോലെ തന്നെ നേരത്തെ കല്ലുവാതുക്കൽ മദ്യദുരന്ത കേസിലും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ പ്രവർത്തന പരിചയമുള്ള ഒരു അഭിഭാഷകനാണ് സന്തോഷ് കുമാർ എന്ന് പറയുന്നത്. ഏതായാലും നാളെ സന്തോഷ് കുമാർ ഈ കേസിൽ ഈ സർക്കാരിന് വേണ്ടി അല്ലെങ്കിൽ പോലീസിന് വേണ്ടി ഹാജരാകും. ഏതായാലും അതിനിടയിൽ ഈ കേസിൽ കൂടുതൽ നീക്കങ്ങളുമായി സംസ്ഥാന സർക്കാരും പോലീസും പോവുകയാണ്. നാളെ സർക്കാർ തന്നെ നേരിട്ട് ഹൈക്കോടതിയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ 9ാം പ്രതി ഹരീഷ് കുമാറിൻ്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നാളെ തന്നെ ഇത് സംബന്ധിച്ച അപ്പീൽ സംസ്ഥാന സർക്കാർ നൽകും. അതിൽ ഒരു അസാധാരണമായ നീക്കവും കൂടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഈ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള ഗീനാകുമാരിയെ എതിർകക്ഷി ആക്കിയായിരിക്കും ഈ അപ്പീൽ നൽകുക എന്നുള്ളതും ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാവുന്ന പോലെ ഈ ഗീനാകുമാരിയാണ് ഇതിനെ എതിർക്കാതെ ഈ ഹരീഷ് കുമാറിന് ജാമ്യത്തിനുള്ള വഴി ഒരുക്കിയത്. അതിൽ ഒരു ഗൂഢാലോചന അടക്കം നേരത്തെ തന്നെ അന്വേഷണ സംഘം സംശയിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ഗീനാകുമാരി എതിർകക്ഷിയാക്കിക്കൊണ്ട് അപ്പീൽ സർക്കാർ നാളെ നൽകാൻ വേണ്ടി പോകുന്നത്. ഇന്നിപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്ന മ്യൂസിയം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയിലാണ് ഈ അപ്പീൽ നൽകാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിട്ടുള്ളത്. അത് നാളെ തന്നെ നൽകും. അതുപോലെ തന്നെ ഈ മുൻകൂർ ഈ കേസിൽ, അതായത് ഈ ആക്രമണത്തിൽ ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കാനായി ഇപ്പോൾ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ടി. ഗീനാകുമാരിയെ പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് നിന്ന് ഉടൻ തന്നെ പുറത്താക്കും. അതിനെ സംബന്ധിച്ച് ഉത്തരവ് ഇന്ന് തന്നെ പുറത്തിറക്കും എന്നുള്ള കാര്യവും കൂടി ആഭ്യന്തരമന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പ്രോസിക്യൂട്ടറായി നിയമിച്ച ആളാണ് ടി. ഗീനാകുമാരി. ഏതായാലും അവർ തുടരുകയായിരുന്നു. ഏതായാലും അവരെ പ്രോസിക്യൂട്ടർ സ്ഥാനത്ത്, പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് നിന്ന് നീക്കിയുള്ള ഉത്തരവും ഇന്ന് തന്നെ സംസ്ഥാന സർക്കാർ ഇറക്കുകയും ചെയ്യും. ശരി, തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധന കഴിഞ്ഞ് മടങ്ങിയ ഇ.ഡി. സംഘത്തെ ആക്രമിച്ച കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി അഡ്വക്കേറ്റ് എ. സന്തോഷ് കുമാറിനെ നിയമിച്ച വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു ആന്റണി ജെ ജോർജ്.